അപ്പം നമ്മൾ 3 ഫ്ലവറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പേപ്പർ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. ഈ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു പേപ്പർ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. വൈറ്റ് പേപ്പർ ആവശ്യമുണ്ട്, പിന്നെ യെല്ലോ, പിന്നെ ഗ്രീൻ, പിന്നെ പശ നമുക്ക് ഒട്ടിക്കാം, പിന്നെ കുറച്ച് ഈക്കിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ വൈറ്റ് പേപ്പർ ആദ്യം എടുക്കുക. വൈറ്റ് പേപ്പർ എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു വൃത്തത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത് വെച്ചിട്ട് വൃത്തം വരയ്ക്കുക. വള ഉണ്ടെങ്കിൽ വള എടുക്കാവുന്നതാണ്. ഇങ്ങനെ കറക്റ്റായിട്ടൊരു വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ചതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കത്തിരി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലൊരു പീസ് കിട്ടും. ഞാൻ 2 പേപ്പർ ഒരുമിച്ച് വെച്ചാണ് കട്ട് ചെയ്തതാണ്. 2 കിട്ടിയിട്ടുണ്ട്, 2 സെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ പൂ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു മടക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു മടക്കം കൂടെ മടക്കുക. മടക്കിയതിന് ശേഷം കത്തിരി ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക. അടുത്ത് ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക. അടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് ഒന്ന് കറക്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീസായിരിക്കും കിട്ടുന്നത്. അതിനുശേഷം ഇങ്ങനെ നിവർത്തിയെടുക്കുക. നിവർത്തിയെടുത്തതിന് ശേഷം സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ എൻഡ് വരെ, അതായത് ഈ നമ്മൾ മടക്കി വെച്ചിരുന്ന എൻഡ് വരെ ഒന്ന് കട്ട് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പീസായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ സ്കെയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ. നമ്മൾ സ്കെയിലിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം, അതായത് ഇങ്ങനെ വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വയ്ക്കുക. നേരെ തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതായത് ഇങ്ങനെ മടക്കി കറക്റ്റ് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ പശ ഉപയോഗിച്ച് ഇനി ഒട്ടിക്കാൻ പോവുകയാണ്. അവിടെ പശ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇത് പൂർത്തിയായിട്ടില്ല, ഇനി ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. ഇതേപോലെ 3 എണ്ണം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി പൂങ്കൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഈ പൂവിൻ്റെ സെൻറ്റർ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു യെല്ലോ പേപ്പർ എടുക്കുക. യെല്ലോ പേപ്പർ എടുത്തതിന് ശേഷം ജസ്റ്റ്, അതായത് ഇവിടെ നിങ്ങൾ ഒരു മടക്ക് കൊടുത്തതിന് ശേഷം കീറിയെടുക്കാനും. അത് കീറിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പീസായിരിക്കും നമുക്ക് കിട്ടും. നമുക്ക് 2ആയിട്ട് മടക്കാം. നമുക്ക് ഇത്ര ആവശ്യമില്ല, അതുകൊണ്ട് 2ആയിട്ട് മടക്കാം. നമുക്ക് 2ആയിട്ട് മടക്കിയതിന് ശേഷം അവിടെ ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഒരു പീസ് എടുക്കുക. ഒരു പീസ് എടുത്താൽ നമ്മളിങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് അതാ ഇങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ ചെറുതായിട്ട് അങ്ങറ്റം വരെ, ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെ ഈ എൻഡ് മുതൽ അങ്ങ് അറ്റം വരെ ചെറു നൈസായിട്ട് കട്ട് ചെയ്യണം.
അപ്പോൾ ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പീസായിരിക്കും കട്ട് ചെയ്തെടുക്കുക. നമുക്ക് പിന്നെ നേരെ തിരിച്ച് മടക്കാം. അതിങ്ങനെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒരു പീസ് കിട്ടും നമുക്ക്. അതിനെ നമ്മളിങ്ങനെ നേരെ ഒന്ന് തിരിച്ച് മടക്കുക. തിരിച്ചിങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കുക. തിരിച്ചിങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റുക. ഇങ്ങനെ ചുറ്റിയെടുക്കുക ആവശ്യത്തിന്. അപ്പോൾ ഇതിങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ പശ തേച്ച് ഇവിടെ ഒട്ടിക്കുക. പശ തേച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം പൂവിലേക്ക് പൂങ്കൊടി ഒട്ടിച്ചു കൊടുക്കുക. നമ്മളിനി അതിൻ്റെ തണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്ലവറിൻ്റെ അവിടെ വയ്ക്കാൻ വേണ്ടി ഒരു നമുക്ക് തണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈക്കിലെടുക്കുക. നമ്മുടെ നീളത്തിന് ആവശ്യത്തിന് ഒന്ന് മുറിച്ചെടുക്കുക. മുറിച്ചതിന് ശേഷം നമുക്ക് അതായത് ഗ്രീൻ പേപ്പർ നമ്മളിതിൽ നിന്ന് ചുറ്റി കൊടുക്കാം. ഒന്ന് ചുറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം പശ ഉപയോഗിച്ച് ഒട്ടിക്കുക. നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം ഇവിടെയും ഇവിടെ നിന്ന് അങ്ങനെ കീറി കൊടുക്കുക. കീറിയതിന് ശേഷം കീറിയതിന് ശേഷം ഇതുള്ള പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിടർത്തിയെടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് പശ അപ്ലൈ ചെയ്യുക. പശ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലവർ എടുക്കുക. ആ ഫ്ലവറിൻ്റെക്ക് എൻഡിൽ വയ്ക്കുക. എൻഡിൽ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ നല്ലപോലെ ഈ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീസ് കിട്ടും. അപ്പം നമ്മൾ 3 ഫ്ലവറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3 ഫ്ലവറാണ്. അപ്പോൾ ഇതുപോലെ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാം. വളരെ മനോഹരമായിട്ടുള്ളൊരു പേപ്പർ ഫ്ലവറാണ്. ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.